നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെ പോലെ ഇതും കടന്നു പോവും. പക്ഷേ നിങ്ങളുടെ ഒരു യെസ് നാളെ ചരിത്രമായേക്കാം. വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് യെസ് പറയാൻ ധൈര്യം പകരുന്ന ഒരു ചരിത്രം. ഡോക്ടർ സൈമൺ ഡിസൂസ സിറ്റി പോലീസ് കമ്മീഷണറായ അജ്മൽ നാസറിനോട് പറഞ്ഞ ഒരു പ്രോമിനൻറ്റ് ഡയലോഗാണിത്. ബോബി ആൻഡ് സഞ്ജയ് എന്നിവരുടെ തിരക്കഥയിൽ രാജേഷ് പിള്ള സംവിധാനം ചെയ്ത് 2011 പുറത്തിറങ്ങിയ ട്രാഫിക് എന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസൻ, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, അനൂപ് മേനോൻ, സായ് കുമാർ തുടങ്ങിയവരെല്ലാം തന്നെ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകതയും അതുതന്നെയാണ്. ഇതിൽ കേന്ദ്ര കഥാപാത്രങ്ങളില്ല, എല്ലാം തന്നെ പ്രധാന കഥാപാത്രങ്ങളാണ്. മലയാള സിനിമ ഒരു പരീക്ഷണ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇറങ്ങിയ സിനിമയായിരുന്നു ട്രാഫിക്. അവയവദാനം എന്നൊരു മഹത്തായ കാര്യത്തെ നമ്മുടെയൊക്കെ ഇടയിലേക്ക് സുപരിചിതമാക്കിയ, വളരെ ലളിതമായി തന്നെ നമ്മൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ച ഒരു സിനിമയായിരുന്നു ട്രാഫിക്. 1 മിനിറ്റ് നേരമെങ്കിലും നാം എല്ലാം ഒരു 4 കൂടി ജംഗ്ഷനിൽ ഒരുമിച്ച് കാത്തുകിടക്കുന്നു, പല പ്രതീക്ഷകളുമായി. പിന്നെ ഒറ്റ കൺചിമ്മലിൽ പല ലക്ഷ്യങ്ങളിലേക്ക്. നമ്മളെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്, അതിൽ വലിയവനോ ചെറിയവനോ ഒന്നും തന്നെ ഇല്ല എന്ന് കാണിച്ചു തന്ന മറ്റൊരു സിനിമ കൂടിയായിരുന്നു ട്രാഫിക്. ബോബി ആൻഡ് സഞ്ജയ് എന്നീ തിരക്കഥാകൃത്തുക്കളുടെ ഒരു മാജിക് ആയിരുന്നു ട്രാഫിക് എന്ന സിനിമ. ഫെബ്രുവരി 16 എന്നൊരു ഡേ, ആ ഡേയിൽ കുറേ ആളുകൾ ഒത്തുചേരുന്നു. ഇവരൊക്കെ തമ്മിൽ അധികം ബന്ധമൊന്നും ഉള്ളവരല്ല, പക്ഷേ ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. മറ്റൊന്നും കൊണ്ടല്ല, ആ ഒരു കഥയുടെ രീതി അങ്ങനെയാണ്. ഇതിലെ ഓരോ കഥാപാത്രങ്ങളുടെയും കഥ എടുത്ത് പഠിച്ചാൽ ഓരോരുത്തർക്കും ഓരോ കഥകളാണുള്ളത്. പക്ഷേ ഇവരെല്ലാം ഒരു പോയിന്റിലേക്ക് എത്തുന്നു. ഇതിനെ നമ്മൾ ഹൈപ്പർ ലിങ്ക് എന്നാണ് ആ ഒരു തിരക്കഥാ രീതിക്ക് പറയുക. മലയാള സിനിമാ രംഗത്ത് അധികം ഒന്നും കണ്ടിട്ടില്ലാത്തൊരു സവിശേഷത നിറഞ്ഞൊരു തിരക്കഥയായിരുന്നു ട്രാഫിക്കിൻ്റേത്. ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം അധികം ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ട്രാഫിക് എന്ന സിനിമ ഒരു സ്റ്റഡി മെറ്റീരിയൽ കൂടിയാണ്. കുറേ ആൾക്കാരുടെ കഥ പറയുന്നു, അത് ഒരു കഥയിലേക്ക് എത്തുന്നു. ഇങ്ങനെ അതിലെ ഓരോ കഥാപാത്രങ്ങളും എടുത്തു കഴിഞ്ഞാൽ അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാവരും തന്നെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കും. 2011 മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ച സിനിമ കൂടിയായിരുന്നു ട്രാഫിക്. സുദേവൻ നായർ എന്നൊരു പോലീസുകാരൻ, അയാൾക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വന്നപ്പോൾ കൈക്കൂലി വാങ്ങുന്നു. പെങ്ങളുടെ കുട്ടിയുടെ അഡ്മിഷന് വേണ്ടിയിട്ടാണ് അയാൾ കൈക്കൂലി വാങ്ങുന്നത്. ആ കൈക്കൂലി വാങ്ങി അയാൾ അതിൽ പ്രതിയാകുന്നു. ശേഷം അയാൾ ഭയങ്കര നാണം കെട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചെത്തുന്നു. അത് ഫെബ്രുവരി 16. റൈഹാൻ എന്ന ചെറുപ്പക്കാരന് ജോലി കിട്ടുന്നത് ഫെബ്രുവരി 16. സിദ്ധാർത്ഥ് എന്ന സിനിമാ താരത്തിൻ്റെ ഒരു അത്യുഗ്രൻ സിനിമ പുറത്തിറങ്ങുന്നതും ഫെബ്രുവരി 16. ഫെബ്രുവരി 16 തന്നെയാണ് ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്നതും അതുപോലെ സർജറി നടക്കുന്നതും എല്ലാം തന്നെ. ആ ഒരു ദിവസം നമ്മളെല്ലാം തന്നെ ഒരു ജംഗ്ഷനിൽ കണ്ടുമുട്ടുന്നു, പിരിയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത് തന്നെ. ചില മണിക്കൂറുകൾ കൊണ്ട് ഒരുപാട് ജീവിതം കാണിച്ചു തന്ന സിനിമയായിരുന്നു ട്രാഫിക്. ഇങ്ങനെ ആ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ്റെ ആ ഒരു യാത്ര, അതിനിടയ്ക്ക് ഏബിൾ എന്നൊരു ഡോക്ടറിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഈ ഏബിൾ എന്ന ഡോക്ടറിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ഫെബ്രുവരി 16 തന്നെയാണ്. അയാൾ താൻ ഏറെ സ്നേഹിക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടി പുതിയൊരു കാറ് വാങ്ങിക്കൊണ്ട് പോകുന്നു. ആ കാറ് കൊണ്ട് തന്നെ അവളെ കൊല്ലേണ്ടി വരുന്ന ഒരു അവസ്ഥ വരികയാണ്. മറ്റൊന്നുമല്ല, ആ ഡോക്ടർ ഏബിളിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായി അവൾക്ക് മറ്റൊരു മോശമായ ബന്ധം ഈ ഏബിൾ കണ്ടുപിടിക്കുന്നു. ആ അതേ സെയിം സിറ്റുവേഷനിൽ തന്നെയാണ് അവിടെ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് പോലും. ഇങ്ങനെ ഒരുപാട് മെറ്റാ സ്റ്റോറീസിലൂടെയാണ് ട്രാഫിക് എന്ന സിനിമ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. ഈ സിനിമയിലെ റെയ്ഹാൻ എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ്. വിനീത് ശ്രീനിവാസൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സായ് കുമാർ ഈ സിനിമയിലൊരു ഡോക്ടർ കൂടിയാണ്. തൻ്റെ മകൻ മരിക്കാൻ കിടക്കുമ്പോൾ, മരിക്കുമെന്ന് ഉറപ്പ് വരുത്തുമ്പോൾ തന്നെ വന്ന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാര്യം പറയുകയാണ്. അദ്ദേഹം ആദ്യമൊന്നും സമ്മതിക്കുന്നില്ല. ശരിയാണ്, എൻ്റെ മകൻ മരിക്കും എന്ന് പറഞ്ഞ് അവനെ ഞാൻ നേരത്തെ പറഞ്ഞു വിടില്ല എന്നൊക്കെ സായ്കുമാർ അതിൽ പറയുന്നുണ്ട്. പിന്നീട് റെയ്ഹാൻ്റെ കാമുകിയും സുഹൃത്തും ഒക്കെ ചേർന്ന് പറയുകയാണ്, ഒരുപാട് നാൾ അവനെ ഓർത്തിരിക്കുന്ന, ഈ വേൾഡ് ഒരിക്കലും മറക്കാത്ത ഒരു കാര്യം അവന് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കണം. ഇങ്ങനെ പറയുമ്പോഴേക്കും റെയ്ഹാൻ്റെ ഹൃദയം മറ്റൊരാൾക്ക് നൽകാൻ അവർ തയ്യാറാകുന്നു. ഇങ്ങനെ 2 ഹോസ്പിറ്റലിലെയും സർജന്മാരെല്ലാം തന്നെ തയ്യാറാകുന്നു. ഡോണറിൻ്റെ ഹോസ്പിറ്റലിലും റിസീവറിൻ്റെ ഹോസ്പിറ്റലിലും ഉള്ള ഡോക്ടേഴ്സ് എല്ലാം തന്നെ സർജറിക്ക് തയ്യാറായിട്ട് നിൽക്കുകയാണ്.
അവിടെ ഹാർട്ട് എത്തിക്കുന്നത് ബൈ റോഡിന് സാധ്യമല്ല എന്ന് ആ ഒരു സന്ദർഭത്തിൽ അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ പറയുകയാണ്. അദ്ദേഹം ഒട്ടും തന്നെ തയ്യാറാവുന്നില്ല. സിനിമാ നടനായ സിദ്ധാർത്ഥ് അയാളെ കൺവിൻസ് ചെയ്യാനൊക്കെ തയ്യാറാവുന്നു. പക്ഷേ അയാളത് പറ്റില്ല. കാരണം ബൈ റോഡ് അത്രയും തിരക്കുള്ള പാതയിലൂടെ അവിടെ പറയുന്ന സമയത്ത് എത്തിക്കാൻ സാധിക്കില്ല എന്ന് അയാൾ പറയുന്നു. ഇങ്ങനെ ഈ ഒരു സന്ദർഭത്തിലാണ് ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഡോക്ടർ സൈമൺ ഡിസൂസ കമ്മീഷണറായ നാസറിനെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഒരു നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏതൊരു ദിവസവും പോലെ ഈ ദിവസവും മറക്കും. എന്നാൽ നിങ്ങൾ പറയുന്ന ഒരു യെസ് അത് നാളെ ഒരു ചരിത്രമായേക്കാം. നാളെ വരുന്ന തലമുറയ്ക്ക് യെസ് പറയാൻ ഒരു കരുത്തായേക്കാം എന്നൊക്കെ നാസറിനോട് പറയുമ്പോൾ നാസർ ആ ഒരു ഡയലോഗിൽ ഭയങ്കര ഇൻസ്പയർഡ് ആവുന്നു. അയാൾ ആ മിഷന് തയ്യാറാകുന്നു. എൻ്റെ പോലീസ് ഫോഴ്സിനെ അദ്ദേഹം വിളിച്ച് ഒരു കോൺഫറൻസ് അരമണിക്കൂറിനുള്ളിൽ ആര് യെസ് പറയുന്നു എന്നാണ് നാസറിന് ആ ഒരു സമയത്ത് അറിയേണ്ടത്. അതിന് തയ്യാറാകുന്ന ആളാണ് സുദേവ് നായർ. ആ ഒരു ഒറ്റ യെസ്സിൽ നിന്നാണ് ആ ഒരു സിനിമ മുഴുവൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിലെ സെൻറ്റിമെൻറ്റാലിറ്റി, റൊമാൻസ്, അതുപോലെ എക്സൈറ്റ്മെൻറ്റ് ഇതെല്ലാം തന്നെ ഒരു ഫീൽ ഗുഡ് നൽകുന്നത് ഇതിൻ്റെ ഒരു മ്യൂസിക്കിലാണ്. ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് മെജോ ജോസഫ് എന്നൊരു സംഗീത സംവിധായകനാണ്. വയലാർ ശരചന്ദ്രവർമ്മയാണ് ഇതിലെ ഗാനങ്ങളൊക്കെ രചിച്ചിരിക്കുന്നത്. നമുക്ക് പെട്ടെന്നൊരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു ക്ലൈമാക്സ് സോങ് തന്നെ ഈ സിനിമയിലുണ്ട്. കണ്ണെറിഞ്ഞാൽ കാണാ തീരം എന്ന് പറയുന്നൊരു പാട്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പം തന്നെ എത്തും, ഹാർട്ട് ഇപ്പം തന്നെ എത്തും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഈ സിനിമ എപ്പോൾ കണ്ടാലും നമ്മൾക്ക് തോന്നും. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ആർട്ട് ഡയറക്ഷനാണ്. റാം സാബു എന്നൊരു ആർട്ട് ഡയറക്ടറാണ് ഈ സിനിമയുടെ ആർട്ട് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു മെട്രോ സിറ്റി മുഴുവൻ സെറ്റിട്ടിരിക്കുന്നതാണ് എന്ന് പ്രേക്ഷകർക്ക് ഇന്നും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. രാജേഷ് പിള്ള എന്ന സംവിധായകൻ്റെ സംവിധാന മികവിൽ പുറത്തിറങ്ങിയ ട്രാഫിക് എന്ന സിനിമ ഇന്നും ഒരു ഇൻസ്പിറേഷണൽ മൂവിയായിട്ട് മലയാളത്തിൻ്റെ ഒരു ചരിത്രത്തിൽ തന്നെ നിലനിർത്താൻ പറ്റിയ സിനിമയാണ്. ഈ ഒരു സിനിമ എല്ലാവർക്കും ഇന്നും എക്സൈറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു മനോഹരമായ ചിത്രം കൂടിയാണ്. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം. ബൈ.